2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി, അതായത് ഇന്ത്യ മുന്നണി വൻ വിജയം നേടുമെന്നും രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാവുമെന്നും കെ.സി. വേണുഗോപാൽ പറയുന്നു. കാരണം AICC ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം ദേശീയ തലത്തിൽ നിരവധി പ്രവർത്തനങ്ങളൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഈ കേരളത്തിലെ 25 വർഷത്തോളം ഇനി UDF തന്നെ ഭരിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് ഇനി അടുത്ത വർഷം, അതായത് തുടർച്ചയായിട്ട് 5 ടേം UDF തന്നെ കേരളം ഭരിക്കണം എന്നുള്ള ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ദീർഘമായ പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നേരത്തെ ഈ ഇലക്ഷനിൽ മത്സരിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ശ്രമം കെ.സി. വേണുഗോപാൽ നടത്തി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. 3 പേരായിരുന്നു മുഖ്യമന്ത്രി ആവുക എന്നുള്ളൊരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സംഭവങ്ങളൊക്കെ, വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ വി.ഡി. സതീശനെ കേരള UDF ഭരണത്തെ, സർക്കാരിനെ വളരെയേറെ പിന്തുണച്ചെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നുള്ള മാറി ഇപ്പോൾ ജനങ്ങൾ UDFനെ ഏറ്റെടുത്തു. വി.ഡി. സതീശന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ ഓരോരോ വിമർശനങ്ങൾ ഉന്നയിച്ചു മാറി ഈ കെ.സി. വേണുഗോപാലിന്റെ രീതി മാറിയതായിട്ടും തോന്നുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെയൊക്കെ? അല്ല, 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ജയിക്കണം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കറിയില്ല. അതൊരു നമുക്കൊരു റിമോട്ട് സാധ്യതയാണ്. പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഒരു രീതിയാണ്. അതാണ് ജനാധിപത്യത്തിലൊരു രീതി. കാരണം ഭരണപക്ഷം പ്രതിപക്ഷം മാറി വരിക എന്നുള്ളത്, അത് കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിച്ചാൽ തെറ്റൊന്നുമില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ റോളാണത്. 2024 തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് നല്ല ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല ഇപ്പം. അതാണ് ഒരു കാര്യം. അതിനുശേഷം തന്നെ വലിയ തോതിലുള്ള ഇപ്പോൾ EVM അട്ടിമറിയോ SIR പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് പോലും അവർക്ക് പല തിരിച്ചടികളുണ്ട്. ഇപ്പൊ ഹരിയാനയിൽ ജയിച്ചു, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ജയിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ, അല്ലെങ്കിൽ ബീഹാറിൽ ജയിച്ചു, ബംഗാളിൽ ജയിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വേറെയാണ്. ഇന്ന് പ്രത്യേകിച്ചും അയോധ്യയിലെ കൊള്ളയും CJPയുടെ സമരവും അതിനുശേഷം മോഡിയും അമിത്ഷായും ഒളിച്ചോടുന്നു. ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡി എന്ന് പറയുന്ന ആ ഫിഗർ വെച്ചിട്ടാണല്ലോ, രാമനും മോഡിയാണല്ലോ ഇവരെ ജയിപ്പിച്ചത്. ഇപ്പൊ രണ്ടുപേരും ഏതാണ്ട് മാറിയ മാതിരിയാണ്. രാമന്റെ പേരും ഇനി പറയാൻ പറ്റില്ല, മോഡിയുടെ പേരും പറയാൻ പറ്റില്ല. മാത്രമല്ല, സംഘപരിവാറിനകത്ത് തന്നെ മോഡി ഇനി തുടരാൻ പാടില്ല എന്ന അർത്ഥത്തിലുള്ള ചില സംഘർഷങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുന്നു. പ്രതിപക്ഷം പ്രത്യേകിച്ചും ഈ CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ പ്രതിപക്ഷത്തെ ഒരു ഐക്യവും, പ്രതിപക്ഷ നേതാവ് എന്ന അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വമ്പൻ പ്രകടനം, സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. കാരണം BJP ഇപ്പോൾ പല സ്ഥലത്ത് സ്റ്റേറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും, ഇപ്പൊ ബീഹാറിൽ CJP സമരത്തിന് ശേഷം അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP ദേശീയ അധ്യക്ഷന്റെ സീറ്റ് പോയി. ദേശീയ അധ്യക്ഷന്റെ സീറ്റ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പിടിച്ചു പോയിരുന്നു. എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ മുമ്പുണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇല്ല എന്ന് മാത്രമല്ല, ആ അർത്ഥത്തിൽ വലിയ വെറുപ്പ് കേന്ദ്ര സർക്കാരിനോടുണ്ട്. രണ്ടാമത്, അയോധ്യ വിഷയത്തിൽ ഇവരുടെ ബേസ് കോറിൽ പോയിരിക്കുന്നു. മാത്രമല്ല, ഇനി കാശി മധുര ബാക്കിയെ എന്നൊന്നും പറഞ്ഞ് ഇനി ഇറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ ചെന്നാൽ നാട്ടുകാർ കൈവയ്ക്കും. അപ്പൊ അയോധ്യ മണ്ഡലത്തിൽ മുമ്പ് തന്നെ അതിന്റെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ചും കോൺഗ്രസ് ആണല്ലോ ഇതിൽ ലീഡർ, ഈ ഇന്ത്യ മുന്നണിയുടെ ലീഡർ എന്ന അർത്ഥത്തിൽ കോൺഗ്രസ് സംഘടനാപരമായും രാഷ്ട്രീയമായും എത്രത്തോളം മുമ്പോട്ട് പോകുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഫലത്തിൽ നിന്നും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വളർച്ചയുണ്ട്. 40 സീറ്റിൽ നിന്ന് 100 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തി. കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് നല്ല പേരുണ്ടായി. UPയിലടക്കം ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിലുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ പറയുക എന്നുള്ളത് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ ജോലിയാണ്, അദ്ദേഹത്തിന്റെ കടമയാണ്. അതിനുവേണ്ടി കോൺഗ്രസ്സുകാർ ഒരുങ്ങണം എന്ന് പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനൊരുങ്ങാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേട്ടം രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ ഭാരം കോൺഗ്രസുമാണ്. കോൺഗ്രസിന്റെ പഴയ രീതികളും കോൺഗ്രസിന്റെ പഴയ സംഘടനാ രീതികളും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല, പലർക്കും ഇതിന്റെ ഒരു രാഷ്ട്രീയം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
കാരണം കോൺഗ്രസ് അത് പ്രശ്നമാണ്. പക്ഷെ എങ്കിൽ പോലും അതിനെ മാറ്റിയെടുക്കാനും പുതിയ തരത്തിലേക്ക് കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരാനും ഇന്ത്യ മുന്നണിയുടെ ഐക്യം ശക്തിപ്പെടുത്താനും അത് വളരെ നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ ഐക്യം ശക്തിപ്പെടുത്താനും കോൺഗ്രസിന് കഴിയുകയാണെങ്കിൽ BJP കീഴോട്ട് തന്നെയാണ്. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇപ്പൊ BJP ഭരണത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ BJPയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഇപ്പൊ ചന്ദ്രബാബു നായിഡു ആരുടെ കൂടെയും കൂടാവുന്ന ഒരാളാണ്. ചന്ദ്രബാബു നായിഡു ഇപ്പുറത്തേക്ക് പോന്നാൽ ഇപ്പൊ തന്നെ ഭൂരിപക്ഷം കഷ്ടിയാവും, ലോക്സഭയിൽ ഭൂരിപക്ഷം കുറവാവും, വളരെ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത് ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികൾ മാറാം. നിതീഷിന്റെ പാർട്ടിയും ഈ പറഞ്ഞ പോലെ ആടി ഒലഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പോ ഇവര് കാലുമാറ്റിയ ഇവരുടെ ഇടയിൽ ഇപ്പോ തൃണമൂൽ കോൺഗ്രസിൽ അതിൽ തന്നെ വലിയ ഭിന്നിപ്പ് വന്നിട്ടുണ്ട്. ഏത് മാറിപ്പോയ ആളുകൾ തന്നെ ഭിന്നിപ്പ് വന്നിട്ടുണ്ട്. ശിവസേനയിൽ വലിയ ഭിന്നിപ്പ് വന്നിട്ടുണ്ട്, ഇവര് കൂട്ടിക്കൊണ്ടുവന്ന ആളുകൾ. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയ്ക്ക് ആ സാധ്യത മുമ്പോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് അവർ ആ പ്രതീക്ഷയോടുകൂടി തന്നെ അവർക്ക് പ്രവർത്തിക്കേണ്ടത്. ഫലം എങ്ങനെ വരുന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഇനി 3 വർഷത്തിൽ കൂടുതൽ 3 വർഷത്തോളം ഉണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും അടുത്ത് UP-യിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. UP-യിൽ തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭ. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് ഇന്ത്യ മുന്നണി സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. UP ഇന്ത്യ മുന്നണി ഇന്നത്തെ നിലയ്ക്ക് പിടിക്കുകയാണെങ്കിൽ അത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം യോഗി ആദിത്യനാഥിന്റെയും ഒക്കെ തന്നെ സ്ഥലങ്ങളാണ്, പ്രധാനമന്ത്രി വരെ ആയിട്ട് കാണുന്ന ആളാണ്. അപ്പൊ അതൊരു പരാജയമാണ്. അപ്പൊ കോൺഗ്രസ് ആ രീതിയിൽ പോകുന്നത്. രണ്ടാമത്തെ കാര്യം കേരളത്തിലേക്ക് വന്ന് ഇപ്പൊ കേരളത്തിൽ തീർച്ചയാണ് 3 പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചു. 3 പേര് മത്സരിക്കുമ്പോൾ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മോശക്കാരനാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ 2 പേരും സതീശനോടൊപ്പം തന്നെ നല്ല നേതാക്കന്മാരാണ്, അല്ലാന്നൊന്നും ഞാൻ പറയില്ല. വ്യത്യസ്ത ശൈലികളാണ്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ നായനാർക്കും പിണറായി വിജയനും ഒരു ശൈലിയല്ലല്ലോ. അച്യുതാനന്ദനും നായനാരും പിണറായി വിജയനും CPM-ന്റെ 3 മുഖ്യമന്ത്രിമാർ, 3 ശൈലിയായിരുന്നു 3 പേർ. അതിപ്പോ ഏത് നല്ലത് ഏത് ചീത്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവർക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ അതുകൊണ്ട് KC വേണുഗോപാലിന്റെ ശൈലി നന്നാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ KC വരുന്നതിന് ഞാൻ വ്യക്തിപരമായി എതിർത്തൊരു കാര്യം അദ്ദേഹം MP ആണ് എന്നുള്ളതാണ്. ഒരു MP-മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം MP ആണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ്, 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. ഏതെങ്കിലും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേണം, ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണം. അത് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ സ്പിരിറ്റിനെ അട്ടിമറിക്കുന്നതാണ്. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു സാധനം വരരുത്. അതുകൊണ്ടാണ് ഘടകകക്ഷികളടക്കം കേരളത്തിലെ പൊതുസമൂഹം അടക്കം അങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ അതിനെ എതിർത്തത്. എന്നിട്ട് KC വേണുഗോപാൽ ആദ്യമേ മത്സരിച്ചിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ആലപ്പുഴ, KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ ഈ സതീശനേക്കാൾ ചാൻസ് KCക്ക് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അപ്പൊ റിസൾട്ട് ഇതിങ്ങനെയാവുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ പല കാര്യം. അപ്പൊ അതൊരു കാര്യം. ഇനി ഗവൺമെന്റിന്, സതീശൻ ഗവൺമെന്റിനെ KC പിന്താങ്ങണമെന്നുള്ളത് ഒരു അത്ഭുതമൊന്നുമല്ല. കാരണം ഈ 2029 കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ നിൽക്കുക. അവിടെ കേന്ദ്രത്തിൽ ഒരു നല്ല മന്ത്രിയായിരിക്കും KC, ഒരു വളരെ പവർഫുൾ ആയ മന്ത്രിയായിരിക്കും. ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിലെ. പിന്നെ കേരളത്തിൽ എന്തിനാ KCക്ക്? പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് ചെറിയൊരു പദവിയാണ് ആ അർത്ഥത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഇന്ത്യ മുന്നണി ജയിക്കുന്ന ഒരു ഘട്ടം പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വരികയാണെങ്കിൽ കേരള മുഖ്യമന്ത്രികളൊക്കെ വലിയ പദവി, രാഹുൽ ഗാന്ധിയുടെ നെക്സ്റ്റ് എന്ന് പറയാവുന്ന ഒരു പദവിയിലേക്ക് KC എത്താം. അതുകൊണ്ടും KC ചിലപ്പോൾ ഇനിയിപ്പോ ഇവിടെ കിടന്ന് കളിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ പെർഫോമൻസ് നന്നായില്ലെങ്കിൽ അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വരെ ബാധിക്കും. ഇവിടുത്തെ മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക്. പിന്നെ 3 മാസത്തെ സതീശൻ ഗവൺമെന്റ് ഇപ്പൊ 3 മാസം തികയാൻ പോകുന്നുള്ളൂ. നാളെ മറ്റന്നാളൊക്കെ 3 മാസം ആവുള്ളൂ. 3 മാസം സതീശൻ ഗവൺമെന്റ് CPM-ന്റെ കാർഡ് നോക്കണ്ട. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണകരമായി ഇപ്പോ എന്തൊക്കെ വിമർശിക്കപ്പെട്ടാലും ഇന്ദിരാ ഗ്യാരണ്ടി, പ്രിയദർശിനി, ബസ് സർവീസ്, ഞാൻ കണക്കാക്കുന്നത് സ്ത്രീകളിൽ നല്ലൊരു വിഭാഗം അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. CPM-ന്റെ വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീകളും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ത്രീകളുടെ ഇടയിൽ അതിനനുകൂലമായൊരു വികാരമുണ്ട്, ഞാനത് കാണുന്നുണ്ട്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇത്തവണ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള 5000 രൂപയാണ് അവരുടെ ഉത്സവത്ത. ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് ഈ മിനിമം ഉള്ള ഒരു ഉത്സവത്ത വരുന്നുണ്ട്. 5000 രൂപ അല്ലെങ്കിൽ 3000 രൂപയെങ്കിലും കിട്ടും. മുമ്പൊക്കെ 1000 രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. KSRTC ഞാൻ കണ്ടൊരു കാര്യമാണ്. KSRTC പെൻഷനേഴ്സിന് 8 വർഷത്തിന് ശേഷമാണ് ഉത്സവത്ത കിട്ടുന്നത്. ഇപ്പൊ പ്രിയദർശിനി വരുമ്പോ KSRTC പൂട്ടും എന്നൊക്കെയായിരുന്നു പറഞ്ഞ് അവർക്ക് ഉത്സവത്തെ കിട്ടുകയാണ്.
KSRTCക്കാരുടെ ശമ്പളം മുടങ്ങാതെ കിട്ടുന്നു, പെൻഷനുകളൊന്നും മുടങ്ങാതെ കിട്ടുന്നു. മാത്രമല്ല 1500 കോടി രൂപയിൽ കടമുണ്ടായിരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇത്തവണ എന്തായാലും കഴിഞ്ഞ തവണത്തെ ഓണത്തേക്കാൾ കൂടുതൽ ഐറ്റംസ് ഇത്തവണ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നമുക്കിവിടെ ഒരു ഭക്ഷ്യമന്ത്രി ഉണ്ടായിരുന്നു. അയാൾക്ക് കൃത്യമായിട്ട് ഓണക്കാലത്ത് പിന്നെ എന്താണ് ഈ സ്റ്റോറുകളിൽ, മാവേലി സ്റ്റോറുകൾ അങ്ങനത്തെ എന്താണ് കൺസ്യൂമർ ഫെഡ് സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ഇത് സാധനങ്ങൾ എത്തിച്ചിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെ ഇല്ല എന്നൊക്കെയുള്ള ഒരു ആരോപണം. അല്ല, അതൊക്കെ നാട്ടുകാരല്ലേ തീരുമാനിക്കുന്നത്. നാട്ടുകാരുടെ അനുഭവം വെച്ച് പറയട്ടെ. ഞാനിപ്പോൾ അതിനെ പറ്റിയൊന്നും പറയാനില്ല. ഞാനിപ്പോൾ എല്ലാ സ്റ്റോറിലും പോയി നോക്കിയിട്ടുമില്ല. ആയിക്കോട്ടെ, ഞാൻ അതുണ്ടോ ഇല്ലോ എന്ന് കമ്പയർ ചെയ്തിട്ടെന്നേ. ഇപ്പം കഴിഞ്ഞ ഓണത്തിന് എന്തായിരുന്നു, പിന്നെ നമ്മൾ മറന്നുപോയെന്ന് പറഞ്ഞില്ല. കഴിഞ്ഞ ഓണത്തിന് എന്തെല്ലാം പരാതികൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, കഴിഞ്ഞ ഓണത്തിന് വന്നിട്ടുള്ള പരാതികൾ, ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. കാരണം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സാധനം കിട്ടുന്നില്ല. 1500 കോടി രൂപയുടെ കടാണ്. GRNL തന്നെ പറഞ്ഞു കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ പറ്റാത്തത്. ഓണത്തിന് ക്രിസ്മസിന് ഒന്നും സാധനങ്ങൾ ഉണ്ടായില്ല. അത് അവരുടെ മന്ത്രിയുടെ കുറ്റമല്ല, മന്ത്രി കൊടുക്കോ കൊടുക്കില്ലോ എന്നുള്ളതല്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കടമുണ്ടായിരുന്നു. ആ കടം കൊണ്ട് ഈ ആളുകൾ കൊടുക്കാത്ത, ഇപ്പോൾ ആശുപത്രികളുടെ പ്രശ്നം അതായിരുന്നു. ഇപ്പൊ മെഡിസെപ്പ് പോലെയുള്ള സംഗതികൾ, മെഡിസെപ്പിന് എന്താ ആശുപത്രി കൊടുക്കാത്ത? മെഡിസെപ്പ് കൊടുക്കേണ്ട കാശ് കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം മന്ത്രിയുടെ കുഴപ്പമല്ല. അത് മെഡിസെപ്പ് സർക്കാർ കൊടുക്കേണ്ട കാശ് കമ്പനികൾക്കോ ആശുപത്രികൾക്കോ കൊടുക്കാത്തതുകൊണ്ട്, മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാത്തതുകൊണ്ട് അതൊരു മരുന്ന് തരുന്നില്ല. അത്രേ ഉണ്ടായുള്ളൂ. പിണറായി വിജയന്റെ കാലത്ത് മന്ത്രി മോശമായിരുന്നു മാത്രമല്ല, സാമ്പത്തികമായി ഇവർക്ക് പണം കൊടുക്കാനും ഉണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ കടം കൂടിയിട്ടു. ഞാൻ പറഞ്ഞത് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. ഇപ്പോൾ ആശമാരുടെ ആയാലും പാചക തൊഴിലാളികളുടെ ആയാലും ഒക്കെ തന്നെ വരുമാനം കൂടിയല്ലോ ഇത്തവണ. അത് നമുക്ക് വളരെ ക്ലിയർ അല്ലേ. ഈ സർക്കാർ ജീവനക്കാർക്കും അധികം ഇത് കിട്ടുന്നുണ്ട്. ഒരു സർക്കാർ യൂണിയനുകാർ പോലും പറയാൻ പറ്റില്ല. യൂണിയനുകാരും മേടിക്കുന്നുണ്ടല്ലോ ഈ കാശ്, ഈ 5000 രൂപ. ഇനി വേണമെങ്കിൽ പറയാം ഇത് സൗജന്യമല്ല. സൗജന്യമല്ല, സർക്കാരിൻ്റെ പൈസയാണ്. ഇവര് എല്ലാ കാലത്തും പറഞ്ഞ് ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്നല്ലേ. ഇവര് കൈനിർത്തി കൊടുത്തൊന്നുമല്ലോ. ഇവരുടെ ഏറ്റവും വലിയ അവകാശവാദം ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്നാണ്. ആ പെൻഷൻ കൊടുത്ത് ഇവർ കൈനിർത്തി കൊടുത്തൊന്നുമല്ലോ. ഏത് ചാനൽ ചർച്ചയിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെൻഷൻ എല്ലാവരും കൊടുത്തു. 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു. 60 ലക്ഷം പേർക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പോലെ എങ്ങനെയാവില്ല, ആർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അത് പറയട്ടെ, പെർഫോമൻസ് നോക്കട്ടെ. ഓണക്കാലത്ത് എങ്ങനെയാണ് പെർഫോമൻസ്, എങ്ങനെയാണ് കടയിൽ സാധനങ്ങളുണ്ടോ, കിറ്റ് കൃത്യമായി കൊടുക്കുന്നുണ്ടോ. ഇപ്പൊ ഇത്തവണ കിറ്റ് റെഡിയാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല കിറ്റ് കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടോ. വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കണം. അത് മോശമാണെങ്കിൽ കമ്പയർ ചെയ്യാം, ഒരു തർക്കമില്ല. കഴിഞ്ഞ തവണത്തെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ഇവിടുത്തെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത്, അവരുടെ ഇടയിലൊക്കെ വിഷ്വലുണ്ട്. കഴിഞ്ഞ തവണ പത്രങ്ങളുടെ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്തെ കൺസ്യൂമർ സ്റ്റോറുകളുടെ റിപ്പോർട്ടുണ്ട്. അന്നത്തെ ഇതുണ്ട്. ഇന്നത്തെ റിപ്പോർട്ട് നോക്കട്ടെ. കമ്പയർ ചെയ്ത് മോശമാണെങ്കിൽ സതീശൻ സർക്കാർ മോശം എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് കമ്പയർ ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞ് വിസിബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സതീശൻ സർക്കാർ വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ആളാണ്. ഏതെങ്കിലും തെറ്റ് സംഭവിച്ചാൽ വിമർശിക്കുക തന്നെ വേണം. അത് വിമർശിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ 3 മാസത്തെ പ്രവർത്തനം, സാമ്പത്തിക പ്രതിസന്ധികൾക്കകത്ത് നിന്നുകൊണ്ട് 3 മാസം ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ജനങ്ങൾ കാണുക. അത് നമുക്കിപ്പോൾ ഈ ഓണം കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഓണത്തിൻ്റെ ഒരു കാര്യം നമുക്ക് ബോധ്യമാവും.